ഇവിടെ ഉള്ളതെല്ലാം ക്ഷണികമാണ്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിയേ, എൻ്റെ അപ്പൻ മരിച്ചിട്ട് 18 വർഷമായി. അപ്പനെ കുറിച്ചുള്ള സ്മരണ ഞങ്ങളിൽ മാത്രം നിലകൊള്ളുന്നു. അതും എപ്പോഴുമല്ല, തീർച്ചയായിട്ടും ഏകദേശം കടന്നുപോയി. എൻ്റെ അളിയൻ മരിച്ചിട്ട് 3-4 വർഷമായി. അളിയൻ ഒരുപാട് പ്രവർത്തിക്കുകയും പലരുടെ ഇടയിൽ പ്രിയങ്കരനുമൊക്കെ ആയിരുന്നു. അതും കടന്നുപോയി. ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ജീവിതം എന്ന് കടന്നുപോകും. എൻ്റെ ചിലപ്പോൾ മരിച്ച് കുറച്ച് ദിവസം മാത്രമായിരിക്കും ആ സ്മരണ നിൽക്കുന്നത്. ചിലപ്പോൾ ഭാര്യയിലും മക്കളിലും കുറച്ച് വർഷങ്ങളിൽ കൂടെ ചിലപ്പോൾ നിന്നിരിക്കും. അതും അറിയത്തില്ല. ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ചിന്തിക്കാൻ ഞാൻ പ്രേരിപ്പിക്കുന്നത്, ഈ ലോകത്തിൽ ഇപ്പോഴും നാളെയുള്ള ശാരീരിക പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം, നാളെയുള്ള കുടുംബത്തിലെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം, നാളെയുള്ള സാമ്പത്തിക പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം, നാളെയുള്ള ജോലിയുടെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് വേണ്ടത് നിത്യമായ ശാശ്വതമായ ഒരു ശാന്തിയും രാജ്യവുമാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ടാണ് ഒരുങ്ങേണ്ടത്. അതാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ, യേശുവിന്റെ രാജ്യത്തിലേക്ക് അന്വേഷിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക്, യേശുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക്, നമ്മുടെ ബാക്കിയുള്ള ശരീരത്തിന്റെ ആണെങ്കിൽ, ഞാൻ ഒത്തിരി രോഗത്തിൽപ്പെട്ട മനുഷ്യനാണ്, ഒത്തിരി ഓപ്പറേഷനുകൾ കടന്നുപോയതാണ്. സത്യം പറഞ്ഞാൽ ഒറ്റ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ ബൈബിള് ഒരു 4 വർഷത്തിന് മുമ്പ് ബൈബിൾ ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഈ കഴുത്തിലെ ഈ 2 ഡിസ്ക് മാറ്റി ഒന്ന് തുടയിൽ നിന്ന് ക്രാഫ്റ്റ് ചെയ്ത്, ഒരു ബോൺ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചു. അത് മദ്രാസ് അപ്പോളോയിൽ ചെയ്തു. അത് ഫെയിലിയറായി. 1 വർഷത്തിന് ശേഷം, 1 വർഷം വരെ എഴുതിയില്ല, ഒരു 5-6 മാസത്തോളം ഞാൻ ഒരു സോഫയിൽ ഒരു പൊസിഷനിൽ മാത്രം ഇങ്ങനെ ചാരി, ഒരു ചെറിയ പൊസിഷനിൽ മാത്രമേ എനിക്ക് ഇരിക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഒരു ചെറിയ പൊസിഷൻ ഒന്ന് തെറ്റിയാൽ നിങ്ങൾക്ക് എനിക്ക് അറിയാൻ, പറഞ്ഞ് പങ്കുവയ്ക്കാൻ പ്രയാസമാണ്. ഈ ശരീരം പഴുത്തളിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി എല്ലുകൾ പഴുത്തുള്ള വേദനയായിരുന്നു ആ നാളുകളിൽ എനിക്കുണ്ടായിരുന്നത്. ഞാൻ സോഫയിൽ ഒരു സൈഡ് ചാരി ഏകദേശം 2 മണി സമയമാകുമ്പോഴത്തേക്ക്, 2-3 മണി സമയമാകുമ്പോഴേ ഉറക്കം വരത്തുള്ളൂ. അതുവരെ വേദന ശ്വാസത്തിലൂടെ നമുക്ക് ഫീൽ ചെയ്യാം. വേദനയായിരുന്നു മൂക്കിൽ കൂടെ പോകുന്നത്, വേദനയായിരുന്നു കണ്ണിൽ കൂടെ പോകുന്നത്. അത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പിടിച്ചുപിടി, എനിക്ക് വേറെ നിവൃത്തിയില്ല. ആ ഓപ്പറേഷന് ശേഷം, അത് ഫെയിലിയർ ആയ ഓപ്പറേഷന് ശേഷം, പിന്നെ ഖത്തറിലെ ഡോക്ടർ അലി റാസ, ബ്രിട്ടീഷിൽ ഇവിടെ ഇംഗ്ലീഷുകാരനാണ് അദ്ദേഹം. ഞാൻ ഹോസ്പിറ്റലിൽ യാദൃച്ഛികമായി കണ്ടപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, 2ാമത്തെ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ അത് ഫെയിലിയറായ 2 ഡിസ്ക് മാറ്റി വെച്ചെന്ന് പറഞ്ഞ്, അതിനുശേഷം 5-6 മാസത്തിന് ശേഷം ആ ഓപ്പറേഷൻ ഫെയിലിയറായിട്ട് ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിൽ ഇരുന്നപ്പോഴത്തേക്ക് അടുത്ത ഓപ്പറേഷൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 5 ഡിസ്ക് മാറിയിരിക്കുന്നു. അത് 6 പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ് ഡിസ്കുകൾ. അതുകൊണ്ട് പെർമനന്റ് ആയിട്ട് ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 6 ഇഞ്ച് നീളമുള്ള ഒരു സ്റ്റീൽ റോഡിൽ 5 ഡിസ്കുകൾ ഘടിപ്പിച്ചുകൊണ്ട് ഓരോ ഡിസ്കിലും 6 സ്ക്രൂ വീതം വെച്ച പെർമനന്റ് ആയിട്ട് സ്റ്റീൽ റോഡുകൾ ഘടിപ്പിച്ചുകൊണ്ടുള്ള ഓപ്പറേഷനാണ് അവിടെ നിന്ന് റെക്കമെൻഡ് ചെയ്തത്. എന്നാൽ പിന്നെ കഴുത്ത് തിരിക്കാൻ പറ്റത്തില്ല, നേരെ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അത് അർജന്റായിട്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം ഞാൻ നാട്ടിലും പോയി പല ഡോക്ടേഴ്സിനെ കണ്ടു. അവരെല്ലാം ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ജീവിക്കുന്നവനായ ദൈവം, കർത്താവായ യേശു കടന്നു വന്ന് അവിടുത്തെ ആശ്രയിച്ചപ്പോൾ, അവിടുത്തെ വിശ്വസിച്ചപ്പോൾ, പലരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവിടുന്ന് എന്നെ ആ വേദനയിൽ നിന്ന്, അവയിൽ നിന്നെല്ലാം വിടുവിച്ച് ഇന്ന് ഞാൻ ഒരു ഓപ്പറേഷനും ഇല്ലാതെ ഇന്ന് സുഖമായിട്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നെങ്കിലും അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കർത്താവ് എന്നെ സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുപോലെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് രോഗശാന്തിയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അത് ഇപ്പോഴും ഞാൻ പറയുന്നില്ല, വേറൊരു അവസരത്തിൽ പറഞ്ഞുകൊള്ളാം. രോഗശാന്തിയുടെ മാത്രമല്ല, സാമ്പത്തിക കാര്യത്തിലായാലും കുടുംബപരമായ കാര്യത്തിലായാലും, അതുപോലെ ജീവിതത്തിൽ ഒന്ന് പിരിഞ്ഞു നോക്കിയാൽ ഈ കഴിഞ്ഞ 92-ലാണ് കർത്താവിനെ അനുഭവിക്കാൻ, അല്ലെങ്കിൽ അടുത്തറിയാൻ പറ്റിയ ഒരു അനുഭവത്തിലേക്ക് എനിക്ക് കടന്നു വരാൻ പറ്റിയത്. അതിന് ആ വർഷങ്ങളിലേക്ക്, ഈ കഴിഞ്ഞ 17 വർഷത്തിലേക്ക് കടന്നുപോയാൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും
നടത്തിയ ശുശ്രൂഷകളിലും ക്രമപ്പെടുത്തിയ ശുശ്രൂഷകളിലും കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, എന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് ഏത് കാര്യമാകട്ടെ, എന്ത് പ്രശ്നമാകട്ടെ, ഈ ലോകം സൃഷ്ടിച്ചവനാണെന്ന് ഒരു വാക്കുകൊണ്ട്, ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞ്, ഒരു വാക്കുകൊണ്ട് പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയവനാണെന്ന്, ഇവയിലുള്ള സമസ്തവും ഉണ്ടാക്കിയവനാണെന്ന് മറന്നു പോകരുത്. ആ പിതാവിൻ്റെ ആഗ്രഹമാണ് നമ്മൾ എത്ര പാപിയാണെങ്കിലും എത്ര കുറവുള്ളവനാണെങ്കിലും അവനെ രക്ഷിക്കാനാണ് യേശുക്രിസ്തു കുരിശിൽ മരിച്ച് കടന്നു വന്നത്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ദൈവം വാഗ്ദാനം ചെയ്യുന്നത് അവിടുത്തെ രാജ്യവും അവിടുത്തെ പിതാവ് എന്ന് അടുത്ത് വിളിച്ച് കൂടിയിരിക്കാനുമുള്ള ഭാഗ്യമാണ്. അതുകൊണ്ട് നമ്മൾ പറയേണ്ടത്, എൻ്റെ അപ്പച്ചനാണ് ഈ ലോകത്തിൻ്റെ ഉടയവൻ, അതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാവത്തില്ല, എനിക്കൊന്നിനും കുറവുണ്ടാവത്തില്ല. എനിക്ക് കുറവുണ്ടെങ്കിലും എൻ്റെ കുറവ് യേശുവിന് പ്രശ്നമല്ല. കാരണം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത് നസ്രയനായ യേശുവാണ്, രാജാവായ യേശുവാണ്, ഈ ലോകം ഉണ്ടാക്കിയ യേശുവാണ്. ഇത് നിങ്ങൾ മറക്കരുത്. ഇത് ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾ മറക്കരുത്. ഈ ലോകമുണ്ടാക്കിയവന്റെ മകനും മകളുമാണ് നാം എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.